ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ ദൃശ്യം 3 എന്ന സിനിമയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വന്ന അപ്ഡേറ്റ് ഏറെ ആവേശത്തോടെയാണല്ലോ നമ്മുടെ സിനിമാ ലോകം ഇതിനോടകം തന്നെ ഏറ്റെടുത്തിരിക്കുന്നത്. ദൃശ്യം 3 എന്ന സിനിമയുടെ ഷൂട്ട് അങ്ങനെ ഈ വർഷം തന്നെ ആരംഭിക്കും എന്നൊരു റിപ്പോർട്ടാണല്ലോ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് ഈ വരുന്ന സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്നാണ് ഇന്നലെ വന്നിരിക്കുന്ന റിപ്പോർട്ട്. അങ്ങനെ കാത്തിരുന്ന ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് വരെ ആരംഭിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ ലാലേട്ടൻ ജിത്തു കോംബോയിൽ ദൃശ്യം 2വിന് മുന്നേ ഷൂട്ടിംഗ് നടന്ന റാം എന്ന സിനിമ ഒരു ചോദ്യമാണ് ഇതിനോടകം തന്നെ പ്രേക്ഷക മനസ്സുകളിൽ ലാലേട്ടൻ ആരാധകർക്കിടയിലെല്ലാം തന്നെ ഉള്ളത്. 2019 പ്രഖ്യാപിക്കപ്പെട്ട ഷൂട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞ റാം എന്ന സിനിമ ഏകദേശം 80% ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ മലയാളം ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. ഒരു ഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളിലെ ഷൂട്ടിംഗ് ഉള്ളത് കൊണ്ട് ക്ലൈമറ്റ് ഇഷ്യൂസ് ആണ് പ്രശ്നങ്ങളായിട്ട് കാണിച്ചതെങ്കിൽ ഇപ്പോഴത്തെ ഷൂട്ടിംഗ് വൈകാനുള്ള യഥാർത്ഥ കാരണം പ്രൊഡക്ഷൻ ഇഷ്യൂസ് തന്നെയാണ്. ബഡ്ജറ്റ് ഇഷ്യൂസിനെ തുടർന്ന് സിനിമയിലേക്ക് മറ്റൊരു പ്രൊഡ്യൂസർ കോ പ്രൊഡ്യൂസറായിട്ട് എത്തിയേക്കുമെന്നും അത് ഗോകുല മൂവീസ് ആയിരിക്കുമെന്നൊക്കെ ഏതാനും മാസങ്ങൾക്ക് മുന്നേ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ വർഷം സിനിമയുടെ മുഴുവൻ ഷൂട്ടിംഗ് പൂർത്തിയാക്കാനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു. പിന്നീട് അതിനെക്കുറിച്ച് തുടർന്ന് വാർത്തകൾ വരാത്തൊരു കാഴ്ചയാണ് നാം കണ്ടത്. ഇതിനിടയിൽ ഇടക്കാലത്ത് റാമിന്റെ പ്രൊഡ്യൂസർ ലെവൽ ക്രോസ് എന്ന ജിത്തു ജോസഫിന്റെ അസിസ്റ്റന്റിന്റെ സിനിമ കൂടി നിർമ്മിച്ചിരുന്നു. ആ സിനിമയും സാമ്പത്തിക പരാജയമായതോടുകൂടിയാണ് റാം ഇത്രയധികം പ്രതിസന്ധിയിലായത്. എന്തായാലും ഇനി എപ്പോൾ സിനിമ പുനരാരംഭിക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. 80% ഷൂട്ടിംഗ് നടന്ന നല്ലൊരു ബഡ്ജറ്റ് ഇതിനോടകം തന്നെ ചെലവാക്കിയത് കൊണ്ട് തന്നെ സിനിമ ഉപേക്ഷിക്കാനുള്ള സാധ്യതയൊന്നും തന്നെയില്ല. എന്തായാലും സിനിമയുടെ ഷൂട്ടിംഗ് ഇനി എപ്പോൾ പുനരാരംഭിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനി ഈ വർഷത്തിലെ ലാലേട്ടന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാനായിട്ടിരിക്കുന്ന മറ്റൊരു ലാലേട്ടൻ നായകനെ എത്തുന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ അമൽ നീർദിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെ എത്തുന്ന സിനിമയുടെ ഷൂട്ട് ഈ വർഷം ഒക്ടോബറിൽ ആരംഭിക്കുമെന്നായിരുന്നല്ലോ കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായത്. അതിൽ ഇപ്പോഴും മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ദൃശ്യം 3യുടെ ഷൂട്ട് സെപ്റ്റംബറിൽ ആരംഭിച്ചാൽ പോലും അമൽ നീർദ് സിനിമയുടെ ഷൂട്ട് കൃത്യം സമയത്ത് ഒക്ടോബറിൽ ആരംഭിച്ച് ഒരു പക്ഷേ ലാലേട്ടൻ നവംബറിൽ ജോയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കും ഷൂട്ടിംഗ് ക്രമീകരണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ ഈ അമൽ നീർദിന്റെ ലാലേട്ടൻ സിനിമ വലിയ സിനിമയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ആദ്യം പ്ലാൻ ചെയ്ത ഷൂട്ടിംഗ് ഡേയ്സ് അല്ല സിനിമയ്ക്ക് ഇപ്പോഴുള്ളത്. 150 ദിവസത്തിലധികമുള്ള ഷൂട്ടായിരിക്കും സിനിമയ്ക്ക് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ നിലവിൽ പലരും പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ചെറിയ സിനിമയൊന്നും തന്നെയല്ല വരാനായിട്ടിരിക്കുന്നത്. വലിയ സിനിമയാണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അപ്പോൾ കാത്തിരിക്കാം മലയാളത്തിൽ അടുത്ത വലിയ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കും വിവരങ്ങൾക്കായിട്ട്.